CRV 2005 വണ്ടിയാണേ. 27 വരെ പേപ്പറുണ്ട്, 30 വരെ ടാക്സ് എടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് 99 മോഡൽ മാരുതി 800. ഓണർഷിപ്പ് 4ത്തെ വരണം, പഴയ വണ്ടിയല്ലേ. 86 മോഡല് വില്ലീസ്. 4x4 ഉണ്ട്. ഓണർഷിപ്പ് ഒക്കെ 7-8 കഴിഞ്ഞാണ് വരണം. ഏത് വർഷം? 2007 വണ്ടി, 27 വരെ പേപ്പർ. 27 വരെ. ടയേഴ്സൊക്കെ നല്ല ടയറാണ് കിടക്കുന്നത്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇത് 2005 വണ്ടി, 2006. 2026 പേപ്പർ, 90,000 കിലോമീറ്റർ, 4ാമത്തെ ഓണർ. ഹായ് ഫ്രണ്ട്സ്, ധനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്, എന്നോട് കുറേ ആൾക്കാർ കുറേ നാളായിട്ട് ചോദിക്കുന്നു എന്തുകൊണ്ട് ഈ കടയിൽ പോയി വീഡിയോ എടുക്കുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ ആ വീഡിയോ എടുക്കാൻ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഇനായ കാസിനകത്താണ് വന്നിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ വണ്ടികൾ കേരളത്തിൽ കൊടുക്കുന്ന ഒരു ഷോപ്പ് എന്നുള്ള പ്രത്യേകതയാണ് ഇവിടെ പറയാനുള്ളത്. 29,000 രൂപ തൊട്ട് നോക്കുന്ന എല്ലാ തരം പ്രേക്ഷകർക്കും കാണാൻ കൊള്ളാവുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. പിന്നെ എപ്പോഴും പറയുന്ന പോലെ പഴയ വണ്ടികളാണ്, സെക്കൻഡ് ഹാൻഡ് വണ്ടികളാണ്. നിങ്ങൾ വരുമ്പോൾ നല്ലൊരു മെക്കാനിക്കലിനെ കൊണ്ടുവന്ന് വേണം വണ്ടികൾ എടുത്തുകൊണ്ട് പോകാൻ, ചെക്ക് ചെയ്ത് എടുത്തുകൊണ്ട് പോകണം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. ഇനായ കാസിൻ്റെ 2ാമത്തെ ഷോറൂമാണിത് അല്ലേ? ഈ ഷോറൂം എവിടെയായിട്ടാണ് വരുന്നത്? ഇത് പനവൂരാണ്. പനവൂര് കറക്റ്റ് വഴി പറഞ്ഞു കൊടുക്കുക. പനവൂര് കല്ലറയ്ക്കും വെഞ്ഞാറമൂടിനും നെടുമങ്ങാടിൻ്റെ നടുക്കായിട്ട് വരും. അപ്പോൾ കറക്റ്റ് പറഞ്ഞാൽ ഇപ്പോൾ വെഞ്ഞാറമൂടിന് വരുന്നതായിരിക്കും വരുന്നതാണ് എളുപ്പം. ഓക്കെ, ഇവിടെ ഇപ്പം നമ്മൾ എത്ര രൂപ തൊട്ടുള്ള വണ്ടികളാണ് കിടക്കുന്നത്? നമ്മൾ അങ്ങനെയല്ല, എല്ലാം ഉണ്ട്. ലോ ബഡ്ജറ്റ്, ഹൈ ബഡ്ജറ്റ് എല്ലാം ചെയ്യുന്നുണ്ട്. ഉണ്ട്. ഫുൾ ലോൺ കയറാവുന്ന വണ്ടികൾ വരെ എല്ലാം ഉണ്ട്. ഇത് 2005 വണ്ടി, 2006. 2026 പേപ്പർ, 90,000 കിലോമീറ്റർ, 4ാമത്തെ ഓണർ. VXI. റീപ്ലേസ് എന്തെങ്കിലും? റീപ്ലേസ് ഒന്നുമില്ല. ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ വെച്ചിട്ടുണ്ട്. വണ്ടിക്കകം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നല്ല സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്, മാനുവലാണ്. അതേപോലെ തുരുമ്പ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. ആ രീതിയിലെല്ലാം വൃത്തിയായിട്ട് തന്നെ ഇപ്പോൾ ഉണ്ട്. ഫോർഡ് പവർ വിൻഡോസാണ്. ബാക്ക് സൈഡ് നോക്കിയാലും അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ടയേഴ്സ് ഒരു ആവറേജ് ടയേഴ്സ് കിടപ്പുണ്ട്. വണ്ടി ഓവറോൾ പുറമെ കാണാനൊക്കെ കൊള്ളാം, യാതൊരു കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. ഇവിടത്തേക്ക് ഇച്ചിരി ഇതൊക്കെ പോയിട്ടുണ്ടെന്ന്, അല്ല വേറെ ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? 1.18. എന്തെങ്കിലും കുറയുമോ? വന്നാൽ കുറച്ച് കൊടുക്കാം. ഓക്കെ, റീപ്ലേസ് ആയിട്ടൊന്നും ഇല്ലേ? ഇല്ല. വണ്ടി നല്ല ക്വാളിറ്റി ഉണ്ട്. വല്ല കളർ ഫെയ്ഡ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഓക്കെ, വണ്ടി കുഴപ്പമില്ല. വരണം. ഏത് വർഷം? 2007 വണ്ടി, 27 വരെ പേപ്പർ. 27 വരെ. ടയേഴ്സൊക്കെ നല്ല ടയറാണ് കിടക്കുന്നത്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇത് ഡീസലാ പെട്രോളാ? ഡീസൽ, CRD. ഡീസൽ. ഓക്കെ, വണ്ടി കാണാനൊക്കെ കൊള്ളാം. അതൊക്കെ നോക്കിയാൽ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. ഫോർഡ് പവർ വിൻഡോസാണ്, മാനുവലാണ്. ഫ്ലോർ മാറ്റൊക്കെ നോക്കിയാൽ അത്യാവശ്യമല്ല, ഫ്ലോർ മാറ്റൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ കിടപ്പുണ്ട്. ഡോറൊക്കെ നോക്കിയാലൊക്കെ നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഡോറിനൊന്നും കുഴപ്പമില്ല, തുരുമ്പോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. നല്ല ബലമുള്ള ഡോറ് തന്നെ. ബാക്ക് സൈഡ് നോക്കിയാലും വണ്ടിക്കകമൊക്കെ നല്ല നീറ്റായിട്ട് നല്ല ഫ്രഷായിട്ടിരിക്കുക. ഇത് ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് 3ാമത്തെ. 3. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. വലിയ മിസ്റ്റേക്കുകൾ കാണുന്നില്ല. ഇത് ബ്ലാക്ക് മുകളിൽ അടിച്ചേക്കുക അല്ലേ? ബ്ലാക്ക് അല്ലല്ലോ, അത് ബ്ലാക്ക് ആണോ? അല്ലല്ല. ദൂരം കണ്ടപ്പോൾ ഞാൻ ബ്ലാക്ക് സ്റ്റിക്കർ പോലെ ഒട്ടിച്ചേക്കുമായിരിക്കും. ഓക്കെ, എത്ര ചോദിക്കുന്നത്? 65 രൂപ. വെറും 65,000 രൂപ? 65,000. വണ്ടി കൊള്ളാം കേട്ടോ. 65,000 രൂപയ്ക്ക് എന്തായാലും നഷ്ടമില്ലാത്തൊരു വണ്ടിയാണ്. ഡീസലല്ലേ? ഡീസൽ. പഴയ വണ്ടി ആകുന്നതുകൊണ്ട് നമുക്ക് മൈലേജ് എന്തായാലും പറയാൻ പറ്റത്തില്ലല്ലോ. മൈലേജ് എന്തായാലും പറയാൻ പറ്റത്തില്ല. ഇത്രയും ഓണേഴ്സ് മാറി വരികയല്ലേ? 86 മോഡല് വില്ലീസ്. 4x4 ഉണ്ട്. ഓണർഷിപ്പ് ഒക്കെ 7-8 ആയി കാണും, 10 മേലോട്ട് ആയി കാണും അല്ലേ? ഈ വണ്ടിക്കകമൊക്കെ നോക്കുകയാണെങ്കിൽ സീറ്റ് കവേഴ്സ് ഒക്കെ ഇട്ട് വണ്ടി ആ രീതിയിലെല്ലാം പവർ സ്റ്റിയറിംഗ് ആഡ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. എല്ലാം 4x4 ആണ്. അഡീഷണലി ഗ്ലാസ് ടോപ്പ് മാറ്റിയെടുക്കും, ഊരിയിട്ട് തിരിച്ച് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന സൈസ്. അങ്ങനത്തെ മോഡലല്ലേ? ഊരിയെടുക്കാം. ഓക്കെ, ഇതിന് മൈലേജ് എന്താണെന്ന് പറയാൻ പറ്റുമോ? ഇത്രയും പഴയ മൈലേജ് നോക്കണ്ട, ഇതൊക്കെ ഒരു മോഹത്തിൽ എടുക്കുക എന്നുള്ളതല്ലേ? ഓക്കെ, എത്ര ചോദിക്കുന്നത്? എത്രയാ വണ്ടി? ഇത് നമ്മൾ 2.75 ലാസ്റ്റാണ്. 2.75? എടാ, ഇത് 1987 പറഞ്ഞേ. അത് വില്ലീസാണ്. അത്
വില്ലീസ് അത്രയ്ക്ക് വിലയുണ്ടോ? അത്രയും വിലയുണ്ട്. ഈശോ, ആ വെർണയ്ക്ക് 65,000 ഉള്ളൂ. അത് കൊള്ളാം. അത് കട്ട്ചേസാണ്, കണ്ട സാഹചര്യപ്പണക്കല്ലേ, ചെറിയ കട്ട്ചേസാണ്. പിന്നെ എക്സ്ട്രാ ഇത് പവർ സ്റ്റിയറിംഗ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ബ്രാക്ക് ഒന്ന് നോക്ക്, കാണിച്ചു തരാം. ബാ, ഈ ബ്രാക്ക് ഉണ്ടോ? മറ്റേതൊക്കെ ജീപ്പ് എന്ന് പറഞ്ഞാൽ താഴെ നിന്നാണ് മുകളിലോട്ട് പറഞ്ഞത്. ഹാൻഡ് ബ്രാക്ക് ഓക്കെ. ഇല്ല, കുറേ നിങ്ങൾ ടോപ്പ് തുറന്നിട്ടേക്കുമായിരുന്നു, വെള്ളം കിടക്കുന്നകത്ത്. ഓക്കെ. എൻജിൻ സൈഡൊക്കെ പക്കയാണേ. എൻജിൻ സൈഡ് നാണ്ട കണ്ടില്ലേ, ഇതൊക്കെ പുതിയതാ, ഇതിനകത്തിരിക്കും കണ്ടില്ലേ, ഇതെല്ലാം എങ്ങനെ തുറക്കുക എന്നുള്ളതാണ്. അല്ല, ഇവിടെ ലോക്കായിരിക്കും. വണ്ടിക്കുള്ള ഓവറോൾ കാണാനൊക്കെ നല്ല ഷോ ആയിട്ടിരിപ്പുണ്ട്. ഇതാണ് അതിനകം. ഇതിൻ്റെ അകം നോക്കി പറഞ്ഞു തരാനുള്ള ഒരു അറിവ് എനിക്കില്ല. എനിക്കുമില്ല. കണ്ടിട്ട് നിങ്ങൾ പറയാ എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഓക്കെ. സ്കോഡ ഒക്ടാവിയ 2007 വണ്ടിയേ. 2007. ഓണർഷിപ്പ് എത്രയാണ്? 2007 രണ്ടാമത്തെ ഓണർഷിപ്പ്. വണ്ടി ഈ ഒരു കംപ്ലൈൻറ്റ് മാത്രം. ഇതും ഇത്തിരി ബ്രാക്കിൻ്റെയും ചെറിയ പ്രശ്നമുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ നോക്കണം. ഇതില്ലേ? ഈ സൈഡ്. ഓക്കെ. ബാക്കി AC എല്ലാം വർക്കിംഗ് ആണ്. വണ്ടിക്കകമൊക്കെ നോക്കിയാൽ അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്. ഫോർഡോ പവർ വിൻഡോസ് ആണ്, മാനുവലാണ്. നല്ലൊരു സീറ്റ് കവേഴ്സ് കിടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, പഴയ വണ്ടിയാണ്. ഇല്ലയെന്ന് പറഞ്ഞാൽ അവിടെ എവിടെയും കാണുമല്ലോ ഒക്കെ. എന്തെങ്കിലുമൊക്കെ കാണാം അല്ലേ? ഓക്കെ. ഡോറൊക്കെ നോക്കിയാൽ അത്യാവശ്യം ഡോറൊക്കെ കൊള്ളാം, വൃത്തിയുണ്ട്. വേറെ സ്ക്രാച്ച് ഒന്നും കാണുന്നില്ല. നല്ലൊരു അലോയ് വീൽസ് കിടപ്പുണ്ട്. ടയർ വാഷ് ചെയ്തെടുക്കണം, അത് തന്നെ മെയിൻ ആയിട്ടുള്ള. ബാക്ക് ഇച്ചിരി കുട്ടിയുടെ പരിപാടി നന്നായിരിക്കും. എത്ര ചോദിക്കുന്നത്? ഫൈനൽ 89 രൂപ. 89 ലാസ്റ്റ് പ്രൈസ് ആണല്ലേ? ലാസ്റ്റ് പ്രൈസാണ്. അതിൽ പേര് മാറാനുള്ളതും ഇൻഷുറൻസിൽ ഇൻഷുറൻസ് എടുക്കാനുള്ള പൈസയൊക്കെ അഡീഷണൽ വരും. പിന്നെ പറഞ്ഞില്ല കേട്ടില്ല എന്ന് പറയരുത്. അടുത്ത ബീറ്റ് ഏത് വർഷം? 2011 വണ്ടിയാണേ. ഒരു മീഡിയം ക്വാളിറ്റി, മീഡിയം കണ്ടീഷൻ എന്നോണം പറയാം. അത്രേ ഉള്ളൂ. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് മൂന്നാമത്തെ. 3. LTയിലാണ് പറഞ്ഞത്. LT വേരിയൻ്റാണ്. ഡീസലാ പെട്രോളാ? ഡീസൽ. ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ വെച്ചിട്ടുണ്ട്. വേറെ ഈ തുരുമ്പ് ഫോർഡോ പവർ വിൻഡോസാണ്. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഈ സൈഡിലാണ് വരുന്നത്. വണ്ടിക്കകം പറഞ്ഞ പോലെ ഒരു മീഡിയം ക്വാളിറ്റി എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുള്ളൂ. ആ വിലയ്ക്ക് കൊടുക്കാം. എത്ര ചോദ്യം? 49 രൂപയ്ക്ക് കൊടുക്കാം. 49. ബാക്ക് ടയർ അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. വേറെ ഒന്നും ചെയ്യാനുള്ളതൊന്നുമില്ല. ഇതൊക്കെ വാങ്ങിച്ചൊട്ടിക്കണം. എഞ്ചിനും കൊള്ളാം. AC കാര്യം നോക്കണം. ഇത് തന്നെ മെയിനായിട്ടുള്ള വിഷയം. വേറെ ഒന്നുമില്ല. ഒന്ന് കഴി തുറച്ചെടുക്കണം. ഓക്കെ. എത്ര ചോദ്യം? 49 ഫൈനലാണ്. 49? 50,000 രൂപ. പെട്രോൾ അല്ലേ? ഡീസൽ അല്ലേ? CRV 2005 വണ്ടിയാണേ. 27 വരെ പേപ്പറുണ്ട്. 30 വരെ ടാക്സ് എടുത്തിട്ടുണ്ട്. കണ്ടീഷനാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. നല്ലൊരു അലോയ് വീൽസ് ഉണ്ട്. കൊടുത്തതാട്ടോ, കൊടുത്തതാണോ? കൊടുത്തെടുത്തത്. രണ്ടാമത് ഇപ്പം തിരിച്ചെടുത്തതാണ്. ഒരു വീട്ടിലോട്ട് കയറുന്നില്ല എന്നുള്ളത്. ഓക്കെ. ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ വെച്ചിട്ടുണ്ട്. വണ്ടിക്ക് അകമൊക്കെ കാണാനും കൊള്ളാം. നല്ല സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഫ്ലോർ മാറ്റൊക്കെ അടിച്ചിട്ടൊക്കെയാണ്. ആ രീതിയിലെല്ലാം വണ്ടി കാണാനൊക്കെ കൊള്ളാം. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. അതേപോലെ ടോപ്പൊക്കെ നോക്കിയാലും അത്യാവശ്യത്തിനുള്ള ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ മോശമായിരിക്കുന്നൊരു വണ്ടിയല്ല. ഡ്രൈവർ സൈഡ് സീറ്റ് മാത്രം ചെറുതായിട്ടൊന്ന് പാച്ച് ചെയ്താൽ മതി. ഇത് പാച്ച് ചെയ്യാനേ പറ്റുള്ളൂ. സീറ്റ് കവർ അടിക്കാൻ നല്ല പൈസ ആവും. ഇത് പാച്ച് ചെയ്തെടുക്കാം. ചെറിയ പൈസയേ ഉള്ളൂ പാച്ച് ചെയ്യാതെ. ഓക്കെ. നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. അത്യാവശ്യം നല്ലൊരു സ്റ്റെപ്പിനിയും ഉണ്ട്. ഓക്കെ. എത്ര ചോദിക്കുന്നത്? ഫൈനലാണേ 155. 155. ഡീസലല്ലേ? പെട്രോള്. എത്ര ഓടി? 1,30,000 ഓടിയിട്ടുണ്ട്. ഓക്കെ. ഓട്ടോ ഉണ്ട്. നല്ല ബോഡി ഷേപ്പ്, നല്ല കണ്ടീഷൻ. വേറെ തട്ടുമുട്ട സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ നല്ല ക്വാളിറ്റിയുള്ള വണ്ടി. എത്രാമത്തെ ഓണറായിരുന്നു ഇത്? 4ാമത്തെയാണ്. 4. SX4 ആണ്. ഏത് വർഷം? 2008 വണ്ടിയാണ്. 28 രൂപ പേപ്പറുണ്ട്. ഇൻഷുറൻസും ഉണ്ട്. അല്ലെങ്കിൽ കാര്യങ്ങൾ ZXi ടോപ്പാണ്? ടോപ്പാണ്. ഓക്കെ. നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. അത്യാവശ്യം നല്ലൊരു അലോയ് വീൽസ് ഉണ്ട്. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് മൂന്നാമത്തെ. 3. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? നിലവിൽ വേറെ ഒന്നും കാണാനില്ല. വേറെ അപാകതകളും കാര്യങ്ങളൊന്നുമില്ല. വണ്ടിക്കകമൊക്കെ കാണാൻ കൊള്ളാം. നല്ല ഫ്ലോർ മാറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. നല്ല സീറ്റ് കവേഴ്സ് ഉണ്ട്. സ്റ്റീരിയോ ഇല്ല. സ്റ്റിയറിംഗ് കൺട്രോൾസൊക്കെ വരുന്ന മോഡലാണ്. ഫോർഡോ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്.
വലിയ കളർ ഫെയ്ഡ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. വണ്ടി ഓവറോൾ കാണാനൊക്കെ കൊള്ളാം. എത്ര ചോദിക്കുന്നത്? 80 രൂപ. 80? ഓ, 80,000 രൂപയ്ക്ക് SS4. ബാക്ക് സൈഡൊക്കെ കൊള്ളാം. ഈ ഡോറ് മാത്രം ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്. അല്ലാത്ത വശം വണ്ടി കാണാനൊക്കെ നന്നായിട്ട് തന്നെ ഇരിപ്പുണ്ട്. തന്നെ ഇവിടുത്തെ ഗ്ലാസ് ഒന്ന് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്. അല്ലാത്ത വശം വേറെ ഒന്നും കാണുന്നില്ല. അത്യാവശ്യം കൊള്ളാം, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുക. ഇത് വന്നിട്ട് ഫോർഡ് ഫിഗോ. ഏത് വർഷം? 2011. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് 2. 2. ടയേഴ്സൊക്കെ കൊള്ളാം, നല്ല ടയേഴ്സാണ് കിടക്കുന്നത്. ഡീസലല്ലേ? ഡീസൽ. അകം കൊള്ളാം. കിലോമീറ്റർ എന്താ ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 1 ഒന്നിനകത്തേ ഉള്ളോ? ജെന്യൂൻ കിലോമീറ്റർ ആണോ? ഓ. സീറ്റ് കവേഴ്സ് ബർത്തയും ചെയ്തില്ല, മാനുവലാണ്. ഒരു 20 അടുപ്പിച്ച് മൈലേജൊക്കെ കിട്ടുമോ? 20-22 പോവും. ഡീസൽ വണ്ടിയില്ലേ? ബാക്ക് ടയർ ആവറേജ് ടയേഴ്സാണ് കിടക്കുന്നത്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, തട്ടിയിട്ട് മുട്ടിയിട്ടൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. ഡോറൊക്കെ കൊള്ളാം, അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. വണ്ടി കൊള്ളാണ്, കാണാൻ ക്വാളിറ്റി ഉണ്ട്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. പാച്ച് വർക്ക് അങ്ങനെയുള്ളതൊന്നും ഇല്ല? ഇല്ല, പേച്ച് വർക്കൊന്നുമില്ല. ഇല്ല. ഓക്കെ. വണ്ടി എത്ര ചോദിക്കുന്നത്? ഇത് ലാസ്റ്റ് 70 രൂപ കൊടുക്കാണ്. 70 ലാസ്റ്റ് വില. പിന്നെ ബാർഗനിങ് ഇല്ല? ഇല്ല, ഒന്നുമില്ല. വണ്ടി കാണാനൊക്കെ കൊള്ളാം കേട്ടോ. വേറെ പൊട്ടൽ ചീറ്റിൽ അങ്ങനെയൊന്നും കണ്ടില്ല. ഒന്നുമില്ല. മൊത്തത്തിൽ കാണാൻ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നൊരു വണ്ടി. അടുത്തത് തവേര. ഓണർഷിപ്പ് എത്രയാണ്? ഇത് 2. 2 ഓണർ. വർഷം 2006. 2006. ഡീസലാ പെട്രോളാ? ഡീസലാണ്. ഡീസൽ. 28 വരെ പേപ്പറുണ്ട്. 28 വരെ ഉണ്ട്. ടാക്സ് ഇൻഷുറൻസ് എടുക്കണം. നമ്മൾ എടുക്കണോ? കസ്റ്റമർ എടുക്കണം? കസ്റ്റമർ എടുക്കണം. ഓക്കെ. സീറ്റ് കവേഴ്സൊക്കെ കിടപ്പുണ്ട്. അത്യാവശ്യം വണ്ടിക്കകമൊക്കെ മാന്യമായ രീതിയിൽ ഇരിപ്പുണ്ട്. ഫ്ലോർ മാറ്റ് എടുത്തിട്ടൊന്ന് മാറേണ്ടി വരും. ഫ്ലോർ മാറ്റ് അത്ര ക്വാളിറ്റി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കേണ്ടി വരും. ഡോർ പാഡൊക്കെ നോക്കിയാലൊക്കെ വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. വേറെ ഈ സ്പീക്കർ ഇളകി പോയിട്ടുണ്ട്. അത് ചുമ്മാ വീണ്ടും അതൊക്കെ വെച്ച് കൊടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. വണ്ടികളൊക്കെ ഇപ്പോൾ വന്നില്ലേ ഉള്ളൂ, അതൊക്കെ സെറ്റ് ചെയ്ത് വൃത്തിയാക്കിയേ വിടുള്ളൂ. വേറെ തുരുമ്പ് അങ്ങനൊന്നുമില്ല. ഇല്ല. വേറെ ഇവിടെ ചെറിയൊരു പൊട്ടൽ. ഒതുക്കിയിട്ട വണ്ടിയൊന്നുമല്ല. അല്ലല്ല, ഒതുക്കിയിട്ട വണ്ടിയൊന്നുമല്ല. ഓക്കെ. എത്ര കംപ്ലൈൻറ്റും ഇല്ല. ചോദ്യം എത്ര? ഇത് 1.20 കൊടുക്കാം. 1.20 ലാസ്റ്റ് പ്രൈസ് ആണോ? ലാസ്റ്റ് പ്രൈസ്. ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റി കൊടുക്കാം, കുഴപ്പമില്ല. ചെറിയ തോതിൽ മാറ്റം ഉണ്ടോ? ടാക്സ് ഇൻഷുറൻസ് അവർ എടുക്കണം, പേര് മാറി വിട്ടു കൊടുക്കാം. ഓക്കെ. ടയേഴ്സൊക്കെ ആവറേജ് ടയേഴ്സ് കിടപ്പുണ്ട്. ഓടാറുണ്ട്, കുഴപ്പമില്ല. എന്നാൽ ഇത് വന്നിട്ട് സ്കോഡയുടെ വണ്ടി, 2008 മോഡൽ. 8. ഓക്കെ. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് 3 വരും. 3. ടയേഴ്സൊന്നും കുഴപ്പമില്ല, ആവറേജ് ടയേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ഇതുണ്ട്, അലോയ് വീൽസ് ഉണ്ട്. ഈ സീറ്റ് കവർ നിങ്ങൾ മാറി കൊടുക്കുമോ? അത് റെഡിയാക്കി കൊടുക്കാം. നമ്മളിപ്പോൾ വണ്ടികൾ വന്നുകൊണ്ടുള്ള ഒരു ഇതാണ്. ഇന്നലെ നൈറ്റൊക്കെ എത്തിയ വണ്ടിയാണ്. ആൻഡ്രോയിഡ് സിസ്റ്റം ഇരുന്നേന്ന് തോന്നുന്നു. അത് ഇളക്കിയതാണോ? അതൊക്കെ കസ്റ്റമർ ഇളക്കിയെടുത്തു. കസ്റ്റമർ ഇളക്കിയതാണ്. ഇത് ഓട്ടോമാറ്റിക് ആണോ? ഓട്ടോമാറ്റിക്. സീറ്റ് കവർ വൃത്തിയാക്കി കൊടുക്കാൻ മൊത്തം മാറി തരും. വണ്ടിക്കകം ഞാൻ കാണിക്കണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കാണിക്കുന്നതാണ്. സീറ്റ് കവർ നിങ്ങൾ നോക്കണ്ട. വണ്ടിക്കകത്ത് സീറ്റ് കവേഴ്സ് എല്ലാം അവർ മാറി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നാളെ ഇവിടെ ഇച്ചിരി പാച്ച് വർക്ക് പരിപാടികൾ കിടപ്പുണ്ട്. അല്ലാത്ത പക്ഷം വണ്ടി വേറെ രീതിയിൽ മോശമൊന്നുമില്ല. സൺറൂഫ് ഉള്ള മോഡലാണ്. ബാക്ക് ഭാഗമൊക്കെ നോക്കിയാലൊക്കെ വൃത്തിയായിട്ടിരിപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? 1.15 കൊടുക്കാം. ഇത് ഡീസൽ അല്ലേ? ഡീസൽ ഒക്കെ പറഞ്ഞ ടൈപ്പ് തന്നെ. ഇത് മൈലേജ് എന്താണ്? മൈലേജ് ഇതൊരു 20 തന്നെ. 20 അത്രയും കിട്ടുമോ? ഇത്രയൊക്കെ കിട്ടും. ഉണ്ട്. ഓക്കെ. ഇത് ഇവിടെയൊക്കെ ചെറിയ പൊട്ടൽ പോലെ വന്നിട്ടുണ്ട്. സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വർഷം ഇത്ര ആയതല്ലേ, അതെന്തെങ്കിലുമൊക്കെ ചെറിയ പരിപാടികൾ പഴക്കം കാണിക്കും. ഇത് വന്നിട്ട് 2010 LXi ആണ്. AC പവർ സ്റ്റിയറിംഗ്. സിംഗിൾ ഓണറാണോ? 2ാമത്തെ ഓണർഷിപ്പ്. 2ാമത്തെ ഓണർ. ടയർ ഫ്രണ്ട് മുട്ട, ടയറൊക്കെ ആവറേജ്. ബാക്ക് സൈഡ് വണ്ടിക്കകം നോക്കിക്കഴിഞ്ഞാൽ സീറ്റ് കവറൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കിടപ്പുണ്ട്. പിന്നെ തുരുമ്പോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. റീപെയിൻറ്റ് കയറിയിട്ടുണ്ട്. ഡോറൊക്കെ നോക്കിയാലൊക്കെ അത്യാവശ്യം കൊള്ളാം, കുഴപ്പമില്ല. വലിയ സ്ക്രാച്ച് ഇല്ല. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ ആ രീതിയിൽ വണ്ടി കുഴപ്പമില്ല. ഓക്കെ. ഫ്ലോർ മാറ്റ് ആവറേജ് ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെയാണ്. വേറെ വലിയ അപാകതകൾ കാണുന്നില്ല. ടയർ ബാക്ക് ആവറേജ് ടയേഴ്സ് കിടപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് ലാസ്റ്റ് ഒരു 59 രൂപയ്ക്ക് കൊടുക്കാം. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല, തട്ടുമുട്ടൊന്നും മേടിച്ചിട്ടില്ല. വന്നിട്ടില്ല. ഓക്കെ. വണ്ടി ഓരോ കാണാൻ
മോശമല്ല. റീപെയിൻറ്റ് കയറിയിട്ടുണ്ട്, ഡോറിൻ്റെ ഭാഗങ്ങളിൽ റീപെയിൻറ്റ് കയറിയിട്ടുണ്ട്. അല്ലാത്ത രീതിയിൽ നോക്കിയാൽ വേറെ ഓരോ കാര്യങ്ങളൊക്കെ പെയിൻറ്റ് നിർത്തിയിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ട് 2007 മോഡൽ ആൾട്ടോ LX, AC മാത്രം പറഞ്ഞ ടൈപ്പ്. AC മാത്രം. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് 2. വണ്ടിക്കകം നോക്കിയാൽ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അത് പാകപ്പിഴകൾ കാണുന്നില്ല. ഇത് ഓട്ടിച്ചിരുന്ന ആളുടെ വിചാരം ഫ്ലൈറ്റാന്ന് തോന്നുന്നു. അതിന് അതുപോലത്തെ ഒരു സംഭവമാണ് കിടക്കുന്നത്. ഗിയർ നോബ്, നല്ലൊരു സീറ്റ് കവേഴ്സ് കിടപ്പുണ്ട്. ഫ്ലോർ മാറ്റൊക്കെ അടിച്ച വണ്ടിയാണ്. ആ രീതിയിൽ കുഴപ്പമൊന്നുമില്ല. ഈ ഭാഗങ്ങളിൽ തുരുമ്പോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. വണ്ടി ഇപ്പോൾ വന്നുള്ളൂ, വാഷിംഗ് ചെയ്തില്ല. ഇതും തുറന്ന് ലോക്കടാ. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അതൊന്നും കുഴപ്പമില്ല. ബാക്ക് ടയർ ആവറേജ് ടയേഴ്സ് കിടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ഇല്ല. എത്ര ചോദ്യം? ഗ്ലാസ് പോലും റീപ്ലേസ് വരത്തില്ല ഇവിടെ. ഇത്രയും പഴയ വണ്ടിയല്ലയോ? ഇത് വന്നിട്ട് 63 രൂപയ്ക്ക് കൊടുക്കാം. 63. ചെറിയൊരു സ്ക്രാച്ച് ഒക്കെ തന്നെ ഉള്ളത് ഇതിൽ. അതുണ്ടോ? അല്ല, ഇവിടെ ചെറിയ സ്ക്രാച്ച്. അതാണ് ഇതിനകത്ത് ഇപ്പോൾ ഉള്ളത്. അല്ല റീപ്ലേസ് ആയിട്ടൊന്നും വന്നിട്ടില്ല. വേറെ കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഇത് വന്നിട്ട് 2010 ബീറ്റാണ്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് 3ാമത്തെ വരുവാണ്. പെട്രോളാണ്. ടയേഴ്സ് ആവറേജ് ടയേഴ്സ് കിടപ്പുണ്ട്. പേപ്പർ ഈ വർഷം ലാസ്റ്റ് വരെ ഉള്ളൂ. ഈ വർഷം ലാസ്റ്റ്. ഇത് ഇൻഷുറൻസ് ഇല്ല. ഇൻഷുറൻസ് കസ്റ്റമർ എടുക്കേണ്ടി വരും. പേര് മാറി വിട്ടു കൊടുക്കാം. ഓക്കെ. വണ്ടിക്കകം കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ട്. കുഴപ്പമില്ല. സീറ്റ് കവേഴ്സ് ചെയ്തിട്ടില്ല. ഫ്ലോർ മാറ്റൊക്കെ അടിച്ചിട്ടിട്ടുണ്ട്. വേറെ നോട്ടത്തിൽ അപാകതകളൊന്നും കാണുന്നില്ല. സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇത് 2 പവറിൻ്റെ ആണോ? രണ്ട് പവറിൻ്റെ വരും. ഓക്കെ. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ വൃത്തിയാണ്. നല്ല ഫ്ലോർ മാറ്റൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിടപ്പുണ്ട്. അതൊന്നും കീറി പറഞ്ഞൊന്നും ഇരിക്കുകയല്ല. ഒക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ബാക്ക് ടയർ ആവറേജ് താഴെ ടയറേ ഉള്ളൂ. എത്ര ചോദിക്കുന്നത്? ഇത് 55 രൂപ കൊടുക്കാം. 55,000. മേള് ടോപ്പ് ഇത് ബ്ലാക്ക് അടിച്ചാണ്. സ്റ്റിക്കറാണ് അവർ ചെയ്ത്. സ്റ്റിക്കറാണ്. വേറെ അപാകതകൾ പറയാൻ എന്തെങ്കിലും ഉണ്ടോ? തട്ടിയിട്ടൊന്നുമില്ല. ഇല്ല. ഇവിടെ ഇച്ചിരി പാച്ച് വർക്ക് ഉണ്ട് അല്ലേ? ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ടച്ച് ആൻഡ് പോളിഷിന്റെ വർക്ക് ഉണ്ടെന്നാ. അത് ചെയ്ത് കൊടുക്കത്തില്ലേ? ഇല്ലല്ല, ഈ കണ്ടീഷനിൽ. ഇത് വന്നിട്ട് 2005 മോഡൽ സാൻഡ്രോ സിംഗ്. ഓക്കെ. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് ഇത് 2ാമത്തെ. വേറെ ആവറേജ് താഴെയാണ്. കിലോമീറ്ററൊക്കെ ജെനുവിനാണേ? കിലോമീറ്ററൊക്കെ ജെനുവിനാണേ? ഓക്കെ. മാനുവൽ വണ്ടി. സീറ്റ് കവേഴ്സ് ചെയ്തിട്ടില്ല. ഫ്ലോർ മാറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. പക്ഷേ തുരുമ്പ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഒട്ടിയിട്ടിട്ടുണ്ട്. ചെറിയ വർക്കുകൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ പാനലൊക്കെ ഇളകി പോയല്ലോ. അതിൻ്റെ ബീഡിങ് ഇതൊക്കെ സെറ്റ് ചെയ്യാൻ. അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കൂ? ഇല്ലല്ല, ഈ കണ്ടീഷനിൽ കൊടുക്കുന്നത്. ഓക്കെ. വില അപ്പോൾ ആ രീതിക്കായിരിക്കുമല്ലോ? വില ആ രീതിക്ക് തന്നെ. എത്ര ചോദിക്കുന്നത്? ഇത് ടാക്സ് ഇല്ല. 55 രൂപയ്ക്ക് കൊടുക്കാം. 27 വരെ പേപ്പറുണ്ട്. ടാക്സ് എടുക്കണോ? എടുക്കുന്നവരെടുക്കണോ? കസ്റ്റമർ എടുക്കണം. പേര് മാറി കൊടുക്കാം. AC പാസ്റ്റിംഗ് പറഞ്ഞ ടൈപ്പാണ്. അതൊക്കെ വർക്കിംഗ് തന്നെ. ഓക്കെ. പുറമേ ഉള്ള ഈ കാര്യങ്ങളൊന്ന് സെറ്റ് ചെയ്യണം. അത്രേ ഉള്ളൂ. ഇത്തിരി ഫെയ്ഡ് വന്നു, കളർ ഫെയ്ഡ് വന്നിട്ടുണ്ട്. ടച്ച് ആൻഡ് പോളിഷ് ചെയ്യുമ്പോൾ മാറണ. അല്ലാതെ വേറെ ഒന്നുമില്ല. കറുത്ത പാട് പോലെ. നമ്മൾ തുണിയിൽ കരിമ്പം കുത്തി എന്നൊക്കെ പറഞ്ഞില്ലേ, അതേപോലെ. ഓക്കെ. 55 രൂപ. ഇത് വന്നിട്ട് 99 മോഡൽ മാരുതി 800. ഓണർഷിപ്പ് 4ാമത്തെ വരണ. പഴയ വണ്ടിയല്ലേ? ഓണർഷിപ്പിന് അപ്പോൾ ഒരു കണക്കില്ലെന്നാണ് ഉദ്ദേശിക്കുന്നില്ലേ? ഇതിലെങ്കിൽ പിന്നെ നമ്മൾ വലിയ ഓണർഷിപ്പ് ഒന്നും നോക്കൂല. മോഡലൊക്കെ പറഞ്ഞ ടൈപ്പ് വണ്ടിയല്ലേ. ഇത് AC ഉണ്ടോ? AC ഇല്ലെന്നാ. AC ഇല്ല. AC ഉണ്ട്, വർക്കിംഗ് അല്ല. ഓക്കെ. ഇത് കാർബേറ്റർ ആണോ? കാർബേറ്റർ. ബാക്ക് സൈഡൊക്കെ നോക്കിയാൽ ഇത് ഓട്ടിച്ച് പഠിക്കാവുന്ന ഒരു പരിവേ ഉള്ളൂ അല്ലേ? പഠിക്കുകയും ചെയ്യാം, കൊണ്ട് നടക്കുകയും ചെയ്യാം. കുഴപ്പമില്ല. കൊണ്ട് നടക്കാൻ പറ്റിയൊരു ക്വാളിറ്റി അകത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പുറത്ത് കുഴപ്പമില്ല. മെക്കാനിക് സൈഡൊക്കെ ഓക്കെയാണ്. ഇവിടെ പുറമേ ഉള്ളത് ഇനിയിപ്പോൾ ഈ വർഷം ലാസ്റ്റ് പേപ്പർ വരെയാണ്. ഓക്കെ. എത്ര ചോദ്യം? ഇത് 29 രൂപ കൊടുക്കാം. 29. ഈ കണ്ടീഷനിൽ? ഈ കണ്ടീഷനിൽ. 2004 ഇൻഡിക, പുതിയ ടെസ്റ്റാണ് കേട്ടോ വണ്ടി. ഓക്കെ. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് 3ാമത്തെ 4ാമത്തെ ആയിരിക്കും. പഴയ വണ്ടിയല്ലേ, 2004 വണ്ടിയാവും. അലേവിയിലുണ്ട്. കിലോമീറ്റേഴ്സൊക്കെ എന്തോ ഓടി? കിലോമീറ്റർ 1 പുറത്ത് ഓടിയിട്ടുണ്ട്. ഇപ്പോൾ ടൈമിങ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയോ? മാറിക്കാണും അറിയില്ല. ഓക്കെ. എഞ്ചിൻ റൂം കണ്ട നല്ല വൃത്തിയായിട്ടുള്ള. ഫ്ലോർ മാറ്റൊക്കെ കൊള്ളാൻ കുഴപ്പമില്ല. ബേസ് മോഡലാണ്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലും അത്യാവശ്യം വൃത്തിയുണ്ട്. സീറ്റ് കവറായിട്ട് ചെയ്തിട്ടില്ല, പക്ഷെ വണ്ടി കാണാനൊക്കെ കൊള്ളാം. നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. എൻജിൻ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് സൈഡ് കാര്യങ്ങളൊക്കെ നോക്കിയോളൂ.
നല്ല ലീക്കാ കാര്യങ്ങളൊന്നുമില്ലടെ, വണ്ടി കൊള്ളാം, നല്ല വണ്ടി. ഓക്കെ, വണ്ടിക്ക് എൻജിൻ സൈഡൊക്കെ ഓക്കെയാണ്. എത്ര 29 വരെ പേപ്പറുണ്ട്. എത്ര ചോദ്യം? പുതിയ ടെസ്റ്റാ. നമുക്ക് ഫൈനലിൽ ലാസ്റ്റ് വരാം കേട്ടോ, 46,000 രൂപ ലാസ്റ്റ് കൊടുക്കുക. അലേ വീൽസ് ഉണ്ട്. 46,000 രൂപ. ടയർ ആവറേജ് ആണ് എടുക്കുന്ന ടയർ. ഇത്രയേ ഓക്കെ. അടുത്ത ഫെന്നെസ്റ്റിലും 2008 വണ്ടിയാണ്, 28 വരെ പേപ്പറുണ്ട്. ടെസ്റ്റിലോ? ടയേഴ്സൊക്കെ ആവറേജ് ടയേഴ്സ് കിടപ്പുണ്ട്. ഫ്രണ്ടും ബാക്കും നല്ല ടയറാണ്, അത്യാവശ്യം നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. ഓണർഷിപ്പ് എത്രയാണ്? ഓൺഷിപ്പ് വന്നിട്ട് 3ാമത്തെ ഓൺഷിപ്പാണ്. 3. ഓക്കെ, വണ്ടിക്കകം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. സീറ്റ് കവറായിട്ട് ചെയ്തിട്ടില്ല, ഫ്ലോർ മാറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. വണ്ടി ആ രീതിയിലൊക്കെ വൃത്തിയുണ്ട്. ഡോർ പാഡൊക്കെ നോക്കിയാലും ഒക്കെ തന്നെ നല്ല ക്വാളിറ്റിയിലിരിക്കുകയാണ്, അതൊന്നും കുഴപ്പമില്ല. ഡോർ പാഡ് മാത്രമല്ല, ഡോറും വലിയ കുഴപ്പമില്ലാത്ത ഡോറാണ്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ നല്ല നീറ്റായിട്ടിരിപ്പുണ്ട്. ഓക്കെ, എത്ര ചോദിക്കുന്നത്? നമുക്കൊരു ഫൈനൽ ഒരു 69,000 കൊടുക്കാം. 69. കൊള്ളാം. 69 രൂപയ്ക്ക് എന്തുകൊണ്ടും മുതലാവുന്ന ഒരു വണ്ടിയാണ്. വേറെ അപാകതകളായിട്ടൊന്നും കാണുന്നില്ല. പാച്ച് വർക്കൊന്നും നോക്കിയിട്ട് കണ്ടിട്ടില്ല. ഇവിടെ ചെറുതായിട്ടൊന്ന് കളർ ഫെയ്ഡ് വന്നിട്ടുണ്ട്, അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. നിലവിൽ വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇല്ല. നിലവിൽ ഇപ്പോൾ കസ്റ്റമർ പറഞ്ഞത് കസ്റ്റമർ നോക്കിയെടുക്കണം. അപ്പം നിങ്ങൾ അണ്ണൻ വീഡിയോ കാണിച്ചു കൊടുക്കും, ഞാൻ മാക്സിമം വില കുറച്ച് കൊടുക്കും, നോക്കിയെടുക്കാത്ത അവരെയാണ്. അതത്രേ ഉള്ളൂ. 2011 വണ്ടിയാണ്. ഏതാണിത്? ഇൻഡിക ECS ആണ്. പവർ വിൻഡോ, നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. നല്ല ടയേഴ്സ് ഉണ്ട്. എത്രാമത്തെ ഓണർഷിപ്പാണ്? 3ാമത്തെ ഓണർഷിപ്പ്. 4ാമത്തെ. 4 ഓണറൊക്കെ ആണെങ്കിലും വണ്ടിക്കകം കാണാനൊക്കെ കൊള്ളാം. 1 ലക്ഷം കിലോമീറ്റർ ആയില്ല കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. അതിൻ്റെ ഫ്ലോറൊക്കെ നോക്കിയാലൊക്കെ നല്ല ക്വാളിറ്റി അടിച്ചിട്ടുണ്ട്. നല്ല സീറ്റ് കവേഴ്സൊക്കെയാണ് കിടക്കുന്നത്. ഡോർ പാഡിൻ്റെ ഭാഗം മാത്രം അതിൻ്റെ ഇത് ഇളകി പോയിട്ടുണ്ട്, അല്ല വേറെ ഒന്നും കാണുന്നില്ല. ഓക്കെ, കളർ ഫെയ്ഡ് കാര്യങ്ങൾ അങ്ങനെയൊന്നും കാണുന്നില്ല. ആ രീതിയിലൊക്കെ വണ്ടി കാണാൻ കൊള്ളാം. ഇത് ഡീസലല്ലേ? ഡീസൽ CR4. കിലോമീറ്ററൊക്കെ എങ്ങനെയാണ്? കിലോമീറ്റർ 1 ലക്ഷം ആയിട്ടില്ല. ജെന്യൂൻ കിലോമീറ്ററൊക്കെ അല്ലേ? ജെന്യൂൻ കിലോമീറ്റർ ആയിരിക്കും. ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ടയർ കിടക്കും. 4 ടയർ ഏകദേശം പുതിയ ടയർ കിടക്കുന്നത്. ഇതൊന്നും ആരും മറിക്കാനും തിരിക്കാനും നിൽക്കില്ല. കൊള്ളാം, വണ്ടി ഓവറോൾ കാണാനൊക്കെ കൊള്ളാം, നല്ല വൃത്തിയുണ്ട്. എത്ര ചോദ്യം? ഫൈനലിൽ നമുക്കൊരു 60,000 രൂപ ലാസ്റ്റ് കൊടുക്കാം. 60 രൂപ. ഇത് 2009 വാഗണറാണ്, പുതിയ ടെസ്റ്റ് ഇപ്പോൾ എടുത്തതേ ഉള്ളൂ. 5 വർഷം പേപ്പറുണ്ട്. ടയേഴ്സ് ആവറേജ് ടയേഴ്സ്. വണ്ടിക്കകം നോക്കുമ്പോഴും സീറ്റ് കവർ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. വണ്ടിക്കകം ഒക്കെ കുഴപ്പമില്ല, നല്ല വൃത്തിയായിട്ടൊക്കെ തന്നെ ഇരിക്കുന്നത്. ഇത് AC പവർ സ്റ്റിയറിംഗ് ആണോ? AC പവർ സ്റ്റിയറിംഗ്. അത് മാത്രമേ ഉള്ളൂ. LXI. ഓക്കെ. സെക്കൻഡ് ഓണിൽ നിൽക്കുന്ന 60,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ഒരു മിക്സിയൊക്കെ ഇരിക്കുന്നിനകത്ത്. അതിൻ്റെ അടുത്ത് ഇരിക്കുന്നത്. കിലോമീറ്റർ ജെന്യൂൻ ആണോ? ജെന്യൂൻ കിലോമീറ്റർ. ടയേഴ്സൊക്കെ ആവറേജ് ടയേഴ്സ്. ഓക്കെ, റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ് ആയിട്ടൊന്നും നിലവിലില്ല. ഓക്കെ, എത്ര ചോദ്യം? 95 രൂപ. 95. 2007 വണ്ടിയാണ്. 27 വരെ പേപ്പറുണ്ട്. 90,000 കിലോമീറ്റർ. അലേ വീൽസ് ഉണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓണർഷിപ്പ് എത്രയാണ്? ഓൺഷിപ്പ് 2ാമത്തെ ഓൺഷിപ്പാണ്. 2. വണ്ടിക്കകം ഒക്കെ കാണാൻ AC പവർ സ്റ്റിയറിംഗ് മാത്രമാണ്. AC പവർ സ്റ്റിയറിംഗ് മാത്രം. അലേസ് ഉണ്ട്, എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഡോർ പാഡൊക്കെ നോക്കിയാലും നല്ല ക്വാളിറ്റി ഉള്ള ഡോർ പാഡാണ്. അങ്ങനെ പൊളിഞ്ഞ വണ്ടികളൊന്നും ഇല്ല, എല്ലാം അത്യാവശ്യം നല്ല വണ്ടികളൊക്കെ തന്നെ കിടക്കുന്നത്. ഈ ഭാഗത്തൊക്കെ നോക്കിയാലും സ്ക്രാച്ചോ അങ്ങനെയൊന്നുമില്ല. തുരുമ്പ് കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാ വണ്ടികളും ആ രീതിയിൽ നല്ല വൃത്തിയുള്ള വണ്ടികൾ തന്നെ. ഇതുവരെ കണ്ട എല്ലാ വണ്ടികളും കൊള്ളാം. നല്ലൊരു അലോയ് വീൽസ് കിടപ്പുണ്ട്. അല്ല, ഇവിടെ ചെറിയൊരു പാച്ച് വർക്കുണ്ട്, അല്ലാതെ വേറെ ഒന്നും കാണുന്നില്ല. എത്ര ചോദിക്കുന്നത്? 90,000 രൂപ. 90,000. കൊള്ളാം, ഓരോ നല്ല വൃത്തിയുള്ള വണ്ടി. അടുത്ത് 2007 സ്വിഫ്റ്റ് ആണ് കേട്ടോ. 2007 പുതിയ ടാക്സ് എടുത്തിട്ടുണ്ട്. താമസം എടുത്ത കേട്ടോ, 5 വർഷത്തേക്ക് പുതിയ ലൈഫ് ടാക്സ് എടുത്തിട്ടുണ്ട്. 27 വരെ പേപ്പറുണ്ട്. വണ്ടി കണ്ടീഷനാണ്, വേറെ കുഴപ്പം നിലവിൽ വേറെ കുഴപ്പമില്ല. AC വർക്കിംഗ് ആണ്, പവർ സ്റ്റിയറിംഗ് വർക്കിംഗ് ആണ്, ഇൻറ്റീരിയർ കൊള്ളാം. ഇവിടെ ചെറിയൊരു മൈനറായിട്ടുള്ള ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്, ഇത് ചെയ്തെടുക്കണം. അത് നമ്മൾ കസ്റ്റമർ ചെയ്യണം. കസ്റ്റമർ ചെയ്യണം. ഓക്കെ, എത്ര ചോദിക്കുന്നത്? ഫൈനൽ 99,000 രൂപ കൊടുക്കാം. 99 LXI അഡീഷണൽ 2 പവറിൻ്റെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വണ്ടി ഓരോ കാണാൻ കൊള്ളാം. ആ കാണിച്ച ഒരു പാച്ച് വർക്ക് അല്ലാതെ വേറെ ഒന്നും കാണുന്നില്ല. ടയേഴ്സൊക്കെ ആവറേജ് ടയേഴ്സ് കിടപ്പുണ്ട്. ഫ്രണ്ടിൽ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്, അല്ലാത്ത വർഷം വണ്ടി കാണാനൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഈ സൈഡൊക്കെ നോക്കിയാലും വണ്ടി കാണാൻ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്, അതൊന്നും കുഴപ്പമില്ല.
വലുതായിട്ട് റീപെയിൻറ്റ് കയറിയതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. വണ്ടി കാണാനൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ ഉള്ള 2012 വണ്ടിയാട്ടോ, സെക്കൻഡ് ഓണറിലിരിക്കുന്ന വണ്ടി. ടൈറ്റാനിയമാണേ. വണ്ടി കൊള്ളാം, നിലയിൽ വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല. ഡീസലല്ലേ? ആ ഡീസൽ. എന്തോ ഓടിയിട്ടുണ്ട്? 1,00,000 ചില്ലറ ഓടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടൈമിംഗ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയോ മാറിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എന്നാലും കൊണ്ടൊരു കസ്റ്റമർ അയച്ച് നോക്കണം കേട്ടോ. നോക്കണം, ഒരാൾ വിൽക്കാനല്ലേ നോക്കോളൂ, പൂർണ്ണമായിട്ട് നോക്കണം. ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ വെച്ചിട്ടുണ്ട്. ഫോർഡോ പവർ വിൻഡോസ് ആണ്. അതേപോലെ ഡോറൊക്കെ നോക്കിയാലൊക്കെ നല്ല വൃത്തിയുള്ള ഡോസാണ് കിടക്കുന്നത്. ബാക്ക് ടയേഴ്സൊക്കെ നോക്കിയാൽ ആവറേജ് ടയേഴ്സ് ഉണ്ട്. നല്ലൊരു അലോയ് വീൽസ് കിടപ്പുണ്ട്. എത്ര ചോദ്യം? എത്ര ചോദ്യം? ഫൈനൽ 1 രൂപ കൊടുക്കാം. 1 രൂപ. ലാസ്റ്റ് പ്രൈസ് 1 ലക്ഷം. ഇത് 2010 വണ്ടി കേട്ടോ. പുതിയ ടാക്സ് എടുത്തിട്ടുണ്ട്. ഇൻഷുറൻസ് പുതിയതുണ്ട്. ടെസ്റ്റിൻ്റെ സമയമായി ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് 2-3 മാസം കഴിഞ്ഞാൽ ടെസ്റ്റാണ്. ടെസ്റ്റ് ചെയ്യണം. ഇൻറ്റീരിയർ കൊള്ളാം, പവർ വിൻഡോ ഉണ്ട്, ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ഉണ്ട്. അത്യാവശ്യം നല്ലൊരു സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. കെ സീരീസ് ആണ് കേട്ടോ. ഓക്കെ, ഈ 2 ഡോർ പവർ വിൻഡോ ആണല്ലേ? ആ. എത്ര ചോദ്യം? നമുക്കതൊരു ഫൈനൽ ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം, ചെയ്യാതെയും കൊടുക്കാം. ടെസ്റ്റ് ചെയ്യാതെ 1,45, ടെസ്റ്റ് ചെയ്ത് 1,55. ഓ, 10 രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ. ആ, 10 രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ. ഓ, ടാക്സ് ഒക്കെ പുതിയ എടുത്തുകൊണ്ട് ടാക്സ് ഇൻഷുറൻസ് ടെസ്റ്റിൻ്റെ ഫീസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ടെസ്റ്റിൻ്റെ ഫീസും അതുകൊണ്ട് ഈ ഒരു ഭാഗം ഒന്ന് അടിച്ചു കൊടുത്താൽ ഇതല്ലേ? ഓ, ഒന്ന് പക്ഷേ അത് ഇച്ചിരി മങ്ങിപ്പോയി. 4 പുതിയ ടയർ കിടപ്പുണ്ട്. ആ, ടയേഴ്സൊക്കെ കൊള്ളാം. ടയേഴ്സൊക്കെ നല്ല ടയേഴ്സ് കിടക്കണം. 2011-12 വണ്ടിയാണ് കേട്ടോ. ഇത് ഏതാ? വെൻഡോയോ? വെൻഡോ ഓട്സോ ആൻഡ് വെൻഡോ. ഓക്കെ, നല്ലൊരു നല്ല ഓട്ടിക്കാൻ നല്ല കംഫർട്ടബിൾ വണ്ടിയാണ് കേട്ടോ. ആ, വണ്ടി നല്ല ഓട്ടിച്ച് ഏറ്റവും നല്ല ഓട്ടിക്കാനൊക്കെ നല്ല പക്ക. ഡീസലാണോ പെട്രോളാണോ? ഡീസൽ. 1,20,000 കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ്. ഒരു 13-14 മൈലേജ് ആണുള്ളൂ. ഡീസലാണ്. ഓക്കെ. ഡീസൽ. ഞാൻ പെട്രോളിനെ വെച്ചാൽ ഡീസൽ ഫുള്ള് കമ്പനി സർവീസ്. 1,27,000 ഉണ്ട്. 27,000 കമ്പനി സർവീസാണ്. ബുക്ക് കാര്യങ്ങളെല്ലാം. രണ്ടാമത്തെ ഓണർ ആയിട്ടുള്ള അത് നമ്മളെ പേരിലോട്ടാണ് മാറിയ രണ്ടാമത്. ഓക്കെ, നല്ല ടയേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ടയർ ഒക്കെയാണ്. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ടയർ എടുത്തോടെ മാറേണ്ടി വരും കേട്ടോ. ഫ്രണ്ട് ടയറൊക്കെ ആവറേജ് വരും. ബാക്ക് ടയർ ഓടാളുണ്ട്. ആ, ബാക്ക് ടയർ ഉണ്ട്. ഫ്രണ്ട് ടയർ നോക്കട്ടെ. ആ, ഫ്രണ്ട് ടയർ മാറാനുണ്ട്. വേറെ പാച്ച് വർക്കായിട്ടൊന്നും കാണുന്നില്ല. അതുപോലെ 2 ലക്ഷം ലോണും കയറും. ഇത് ഫുൾ ലോൺ കയറുന്ന വണ്ടിയാണോ? ഫുൾ ലോൺ അല്ല, കുറച്ച് പൈസ അങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ എത്ര നീ ചോദിക്കുന്നത്? 1,75. 1,75 ചോദിക്കുന്ന വണ്ടി 2 ലക്ഷം വരെ ലോൺ കയറും. ഇത് 2010 സ്വിഫ്റ്റ് ആണ്. ഏതാണിത്? 2010 ഡീസൽ, 80,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർ. സൺറൂഫ് കാര്യങ്ങളെല്ലാം ഉണ്ട്, അലൈസ് ഉണ്ട്. സൺറൂഫ് ഒക്കെ വർക്ക് ചെയ്യുമോ? സൺറൂഫ് എല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ. ഈ ആൻഡ്രോയിഡ് സിസ്റ്റത്തിൽ ചെറിയ പൊട്ടലുണ്ടല്ലോ, വർക്കിംഗ് ആണ്, പക്ഷെ അത് മാറിക്കൊടുക്കണം. അങ്ങനെ വർക്കിംഗ് ഓ, ഓക്കെ. ഇതൊന്നും ചെയ്യില്ല, കഴിവോലും ചെയ്യില്ല, നേരെ കൊണ്ടുവന്ന്. നല്ലൊരു സീറ്റ് കവറൊക്കെ ഉണ്ട്, നല്ല വൃത്തിയുള്ള നല്ല പോഷൻ കവറൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, വണ്ടി കൊള്ളാം. കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ അല്ലേ? ഓടി അലന്നില്ല കേട്ടോ, വണ്ടി ഓടിക്കാൻ നന്നായിരിക്കും. അല്ല, കിലോമീറ്റർ ജെന്യൂൻ തന്നെ അല്ലേ? ഓ, കിലോമീറ്റർ ജെന്യൂനാണ്. ഡോറൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്, അതൊന്നും കുഴപ്പമില്ല. ബാക്ക് സൈഡ് നോക്കിയാൽ ടയേഴ്സ്. ഗ്ലാസ് ക്രാക്ക് വീണിട്ടുണ്ട്, അതൊന്ന് റെഡിയാക്കി എടുക്കണം. ഗ്ലാസ് ഒരു പൊട്ടൽ വീണിട്ടുണ്ട്, അത് മാറണം. ഫ്രണ്ട് ഗ്ലാസ് അല്ലേ? ആ, നോക്കിക്കോ. 2010 വണ്ടി. 2010. എത്ര ചോദിക്കുന്നത്? 1,45 ഫൈനൽ. പിന്നെ ബാർഗനിങ് ഇല്ല? ഇല്ല. ഇവിടെയാണ് പൊട്ടൽ കണ്ടത്. 1,45 2010 മോഡലാ. 2, 2.5, 3.5 നമ്മൾ ചോദിക്കില്ല. അപ്പോൾ 2010 മോഡല് 1,40. ഓ, ഫിനാൻസ് കയറി പോകും തോന്നുന്നു. 1,40. 2012 വണ്ടിയാ, മാനസ. 2012. ഓണർഷിപ്പ് എത്രയാ? സിംഗിൾ ഓണർഷിപ്പ്, 2 ലക്ഷം കിലോമീറ്റർ. 2 ലക്ഷം കിലോമീറ്റർ. 2 ലക്ഷം കിലോമീറ്റർ. എഞ്ചിൻ ഇപ്പോൾ പണിതേ ഉള്ളൂ. ടൈമിംഗ് ചെയ്യാനൊക്കെ മാറിയിട്ടുണ്ടോ? ടൈം ചെല്ലാം മാറിയിട്ടുണ്ട്. എഞ്ചിൻ ഇപ്പോൾ പണിതേ ഉള്ളൂ. വണ്ടി കാണാനൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. ഇപ്പോൾ ഡോറൊക്കെ നോക്കിയാലൊക്കെ നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല അല്ലേ. അതിനകത്ത് സ്ക്രാച്ച്, ഫോർലോ, തുരുമ്പോ അങ്ങനെയുള്ള ഒന്നും കാണുന്നില്ല, അതൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. ബാക്ക് സൈഡ് നോക്കിയാൽ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ബാക്ക് ടയറൊക്കെ നല്ല ടയറാണ് കിടക്കുന്നത്, കുഴപ്പമില്ല. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. ഇല്ല. എത്ര ചോദിക്കുന്നത്? നമുക്കൊരു ഫൈനൽ ഒരു 90 രൂപ കൊടുക്കാം. 90 രൂപ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ, ഫൈനലൊന്നുമല്ല. 90 എന്നുള്ളതും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. വണ്ടി വേറെ
അപാകതകളൊന്നും കാണുന്നില്ല. ഐ മീൻ പാച്ച് വർക്ക് അങ്ങനെയുള്ളതൊന്നും കാണുന്നില്ല. പെയിൻറ്റ് വണ്ടി കൊള്ളാം, നല്ല ക്വാളിറ്റി, ഓട്ടിങ്ങനെ നന്നായിരിക്കുന്നു. AC ഒന്ന് ടോപ്പ് ചെയ്തെടുക്കും, അത് തന്നെ ഉള്ളത്. കോട്ടർ ജെറ്റാണേ. AC ഒന്ന് ടോപ്പ് അപ്പ് ചെയ്യണം അല്ലേ? കോട്ടർ ജെറ്റ്. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളെല്ലാം തീർന്നിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ 29,000 രൂപ തൊട്ട് തുടങ്ങുന്ന വണ്ടികളാണ്. ആ 29,000 രൂപയുടെ വണ്ടിക്ക് 29,000 രൂപയുടെ ക്വാളിറ്റിയും കാര്യങ്ങളെ നിങ്ങൾ പ്രതീക്ഷിക്കാവൂ. അതിന് മുകളിലോട്ട് വരുന്ന വണ്ടികൾ വരുന്നുണ്ട്. ആ വണ്ടികളുടെ വിലയ്ക്ക് അനുസരിച്ചുള്ള ക്വാളിറ്റിയും കാര്യങ്ങളും വരുന്നുണ്ട്. ചുമ്മാ മെസ്സേജ് അയച്ച് ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ട് ചെയ്യരുത്. വെറും സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഒരു ഷോപ്പാണ്. അപ്പോൾ അങ്ങനത്തെ വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഷോപ്പിൽ നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ കാണുന്നവരും ആ ഒരു മനസ്സോടുകൂടി വേണം കാണാൻ. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിൽ സാധാരണക്കാർക്കായിട്ടുള്ള വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും അനുയോജ്യമായ ഒരു വീഡിയോ ഞാൻ ചെയ്തു തന്നിട്ടുണ്ടെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.